ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ പിടിച്ചുവച്ചാൽ അതിന് വ്യക്തമായ കാരണം വേണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട് കേസിലെ ഉത്തരവിലാണ് രാഷ്ട്രപതിക്കും സമയപരിധി നിർദ്ദേശിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഏറെ നിർണായകമായ ഒരിടപെടൽ. അതിനു മുമ്പ് നമുക്കറിയാം, ഒരു നീണ്ട സീരീസ് ഓഫ് ഒരു സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിലുള്ള പല യുദ്ധങ്ങളും പോരുകളുമൊക്കെ. അപ്പോൾ അതിനൊരു തടയിടാൻ ഈ ഒരു സുപ്രീം കോടതിയുടെ നിർദ്ദേശം പര്യാപ്തമാകും എന്ന് കരുതാമോ? ഗുഡ് മോർണിംഗ് കൃഷ്ണ. തീർച്ചയായിട്ടും അത്തരം അല്ലെങ്കിൽ ബില്ലുകൾമേൽ സംസ്ഥാന സർക്കാർ പാസാക്കിയ ബില്ലുകൾ ഗവർണർ പിടിച്ചുവെക്കുന്നതിനെതിരെയും അത് ഗവർണർ ഈ രാഷ്ട്രപതിക്ക് അയച്ചാൽ അവിടെ കെട്ടിക്കിടക്കുന്നതിനെതിരെയും എല്ലാം ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് സുപ്രീം കോടതി ഈ ഉത്തരവിൽ ഇപ്പോൾ ആ ഭാഗം കൂടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്ക് ബില്ലുകൾക്ക് ഇപ്പോൾ സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ഉത്തരവിലാണ് ഈ തമിഴ്നാട് കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി പുറത്തുവിട്ട ഉത്തരവിലാണ് അത്തരം പരാമർശങ്ങൾ ഉള്ളത്. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനകത്ത് തന്നെ തീരുമാനമെടുക്കണം. ബില്ലുകൾ പിടിച്ചു വച്ചാൽ അതിന് വ്യക്തമായ കാരണം എന്താണെന്നുള്ളത് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ വീഴ്ച അത്തരം അകാരണമായിട്ട് ഈ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി മാറും എന്നുകൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല, രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല എന്നുകൂടി പറയുന്നു എന്നതാണ്. ഇത്തരം വീഴ്ചകൾ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് പോകാം എന്നുകൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേരളം നൽകിയിരിക്കുന്ന ഹർജി അത് ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെയാണ് കേരള സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും ആ ഒരു കേസ് കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ ഈ ഉത്തരവ് അത് കേരളത്തിനും നിയമ പോരാട്ടത്തിൽ ഗുണം ചെയ്യുന്ന ഒന്നായിട്ട് മാറും. ക്രിസ്റ്റിന.